ഹേ ഗൈസ്, അപ്പം ഞാനും എൻ്റെ അനിയത്തിമാരും കൂടെ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് കുറച്ച് ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ബുക്കും ഷൂവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മിയയ്ക്കാണ് വാങ്ങിക്കാനുള്ളത്. ദിയയ്ക്ക് ഉള്ള സാധനങ്ങളൊക്കെ സെറ്റാണ്. അപ്പോൾ മിയയ്ക്കാണ് വാങ്ങിക്കാനുള്ളത്. അവിടെ എന്താ നമ്മൾ പാട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട്. അപ്പോൾ ആ പാട്ടിന് ലിപ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കിടന്ന്. ഭയങ്കര അഭിനയവും ഭയങ്കര പാട്ടും, രണ്ടുപേരും കണക്കാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം. രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കും. രണ്ടുപേരും ഓരോ ജില്ലയിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കടയിലെത്തിയതും ഓടിച്ചാടി രണ്ടുപേരും പോവുകയാണ്. മിയയ്ക്കാണ് സത്യം പറഞ്ഞ സാധനങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും കയറുന്ന ഈ ഒരു കടയിലാണ്. അപ്പോൾ അവൾക്ക് സ്കൂളിലേക്കുള്ള ഷൂ വാങ്ങിക്കാനുണ്ടായിരുന്നു. ബാക്കി മിക്ക സാധനങ്ങളൊക്കെ അവളുടെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അവൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. അവൾ എന്താ ഈ ഷൂ ഇട്ട് നോക്കിയിട്ട് അത് വേണോ അത് വേണ്ടേന്നൊക്കെ ഇങ്ങനെ രണ്ട് കാലിലിട്ടിട്ട് നടത്തിച്ചൊക്കെ നോക്കുകയാണ്, അവൾക്ക് പറ്റുന്നുണ്ടോ, ഓക്കെ ആണോ എന്നൊക്കെ. ലാസ്റ്റ് ആ ഒരു ഷൂ തന്നെ എടുക്കാം എന്നുള്ള ഇതിലെടുത്തി. അവൾക്ക് ഇട്ട് നോക്കിയിട്ട് കുഴപ്പമുണ്ടായില്ല. പിന്നെ നടന്നൊക്കെ നോക്കി, അപ്പോൾ കുഴപ്പമില്ല, അവൾ കംഫർട്ടബിൾ ആണ് എന്നറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ആ ഒരു ഇത് വാങ്ങിച്ചു. പിന്നെ അവളുടെ ശ്രദ്ധ അവിടെ ഒന്നും ആയിരുന്നില്ല. കടയിലിരിക്കുന്ന ബാക്കി സാധനങ്ങളിലേക്കൊക്കെ ആയിരുന്നു രണ്ടുപേരെ ശ്രദ്ധ. പിന്നെ അവർക്ക് അവിടെ ബുക്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ബുക്സ് ആ ചേച്ചി എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എന്തോ ബൈ 2 get 1 എന്തോ ഓഫർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ബുക്സും കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് 4 ലൈനും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടീച്ചർ. അതിനനുസരിച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു നീല ബാഗ് എടുത്തു. കാരണം എൻ്റെ പഴയ നേരത്തെ ഉണ്ടായിരുന്ന ബാഗ് കീറിപ്പോയി. അപ്പോൾ വേറൊരു ബാഗ്, ഈ ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ കുറച്ച് ബുഷുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൾക്ക് സ്കൂളിലേക്കുള്ളതാണ്. സ്കൂളിൽ നിന്ന് ഒരു സെറ്റ് തന്നിട്ടുണ്ടായിരുന്നു, ബുഷ് എന്തോ. പിന്നെ അതല്ലാണ്ട് ഇതാണ് വാങ്ങിച്ചത്. പിന്നെ അതെൻ്റെ ചേച്ചിക്കാണുള്ളത്. പിന്നെ ഈ ഒരു കമ്മൽ കുറച്ച് സെറ്റ്, പിന്നെ ആ ബ്ലാക്ക് അത് എനിക്കുള്ളതാണ്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കമ്മൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം നല്ല റേറ്റ് കുറവായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അത് വാങ്ങിച്ചു. അതുപോലെ തന്നെ ഈ ഒരു ഷൂവും. പിന്നെ അവളുടെ സ്കൂളിൽ നിന്ന് മിക്ക സാധനങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു സെറ്റ് ബുഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും അവളായതുകൊണ്ട് തന്നെ എക്സ്ട്രാ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അവളെ അവിടെ ഇറക്കിയതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണ്. എനിക്ക് സ്കൂളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ സാറ്റർഡേ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ഫ്രൈഡേ പോയതാണ് നാട്ടിലേക്ക്. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. ലൈക്ക് സൺഡേ ഒരു ഒരു 4 ആയപ്പോഴേക്കും ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നാട്ടിൽ പോയി എൻ്റെ അങ്കിളിനെ കണ്ടു. അങ്കിളിന് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്കിളിനെ കണ്ടിട്ടൊക്കെയാണ് ഞങ്ങൾ വരുന്നത്. എപ്പം നാട്ടിൽ പോയാലും അങ്കിളിന് വയ്യാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയി കാണുന്നത് അങ്കിളിനെയൊക്കെ ഇരിക്കും. അപ്പോൾ അങ്കിളിനെയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ലൈക്ക് പോകുന്ന വഴിക്കത്തെ ക്ലിപ്പൊക്കെയാണിത്. അപ്പോൾ ആലപ്പുഴയിലാണ്, കായംകുളത്താണ് എൻ്റെ നാടുള്ളത്. അപ്പോൾ അവിടുന്ന് ലൈക്ക് എറണാകുളത്തേക്ക് വരികയാണ്. എൻ്റെ അനിയത്തി അവിടെ കിടന്ന് ലൈക്ക് കുറേ നേരം അവിടെ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ ഈ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ടതാണ് ഈ ഒരു കുരു. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കറുത്ത് കിടപ്പുണ്ടായിരുന്നു മേഘം. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.